ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിന്റെ 2025 34 പ്രഭാതമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഗലാത്യ ലേഖനം 6 അധ്യായം അതിൻ്റെ 9 തിരുവചനമാണ്. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. ചേർന്ന് വായിക്കാം. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. പലപ്പോഴും നമ്മൾ ഇച്ചിരി മടുപ്പ് കൂടുതലുള്ള ആൾക്കാരാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കണം. നോമ്പ് കാലത്തെങ്കിലും അലസത വിട്ട് മറ്റുള്ളവരോടുള്ള പിണക്കങ്ങളൊക്കെ മാറ്റി അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്താനും ഇച്ചിരി കഷ്ടപ്പെടണം. ആരാണ് അർഹതയുള്ളവർ? അങ്ങനെ ഉള്ളവരെ, അവരുടെ വേദന, അവരുടെ ഒപ്പിയെടുക്കാൻ, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും അല്ലേ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ, അത് നന്മയായിട്ടുള്ളത് ചെയ്യാൻ, മടുപ്പ് തോന്നാതിരിക്കാൻ ഇനിയുള്ള കുറച്ച് ദിവസമെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും അതിനുള്ളൊരു കൃപ, മടുപ്പ് തോന്നാതിരിക്കാൻ, സന്തോഷം, ഉത്സാഹം, തീഷ്ണത, അല്ലേ? നമ്മളിപ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ പോയാലും അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയാലും ഒക്കെ അവിടുത്തെ സപ്ലയർ ഹോട്ടൽ നമുക്ക് ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് അവർ വലിയ കാര്യമായ മെനു ഒക്കെ ആയിട്ട് വരുമ്പോഴും അവരുടെ വരവും അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ ചോദ്യമൊക്കെ കേട്ടാൽ വലിയ പവറാണ്, അല്ലേ? നമ്മളിപ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കയറ്റി കസേര ഇരുത്തും, നമ്മളെ അങ്ങോട്ട് അണിയിച്ചൊരുക്കി നമ്മുടെ ഡ്രസ്സ് ഒക്കെ ഒന്നും ചെളിയൊന്നും പറ്റാത്ത വിധത്തിൽ അവരുടെ കവറൊക്കെ ചെയ്ത് ഭയങ്കര പരിപാടി തന്നെയാണ് അവർ നടത്തുന്നത്. അവർക്കെന്ത് തീഷ്ണതയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും. അവർക്കൊരു മടുപ്പുമില്ല. എത്ര പേര് വന്ന് കയറി ഇരുന്നാലും അവർ ഭയങ്കര പവറിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുക. ആത്മീയ കാര്യങ്ങൾ ഇതുപോലൊരു പവർ നമുക്കുണ്ടാവട്ടെ, തീഷ്ണത നമുക്കുണ്ടാവട്ടെ, മടുപ്പ് തോന്നാതിരിക്കട്ടെ. ഈ വചനം നിങ്ങളെല്ലാവരെയും ഗലാത്യ 6:9 എന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ആത്മീയ ചൈതന്യം ഉണർത്താൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.